എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടറുകളിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2024 മോഡൽ ടി വി എസിൻ്റെ ജുപ്പിറ്റർ 110 സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ചേഞ്ച് വന്നിട്ടുള്ള വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് പഴയതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജുപ്പിറ്ററായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എൻ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുതിയ എഞ്ചിനാണ്, പുതിയ എക്സോസ് സിസ്റ്റമാണ്, പുതിയ ഡിസൈനാണ്, പുതിയ ഡിജിറ്റൽ മീറ്ററാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ആണ് എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ മെമ്പർ ആയിക്കോളൂ. അത് ഫുൾ ഫ്രീ ആണ്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് കാണാനും പുതിയതായിട്ട് നമ്മുടെ ഓട്ടോമൊബൈലിൽ ഇറങ്ങുന്ന അപ്ഡേറ്റ്സ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ എടുക്കാനാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ നമ്മുടെ പ്രീമിയർ ടി വി എസിൻ്റെ ഷോറൂമാണ്. ഇതൊരു 3S ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ടി വി എസിൻ്റെ വാഹനങ്ങൾ എടുക്കാനും സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് എത്തുക. നല്ല അടിപൊളി സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വൈസറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് കളറുള്ള വൈസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ഒരു സ്റ്റിക്കർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് ബ്രേക്കിന് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇപ്പോൾ പുതിയ മോഡലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി കാണുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഓൾ LED സിസ്റ്റമാണ്. ഫുൾ ബൾബുകളെല്ലാം തന്നെ LED ബൾബുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടൈം റൺ ലൈറ്റ്സ് വർക്ക് ചെയ്യും. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്തുള്ളൂ. ഹെഡ്ലൈറ്റിൽ ഡിമ്മും ബ്രൈറ്റിലും നമുക്ക് LED ബൾബ് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞ മറ്റൊരു കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ്. നെക്സോണൊക്കെ വരുന്ന പോലെ തന്നെ ഫുൾ സ്ട്രിപ്പ് വന്നിരിക്കുകയാണ് ചുറ്റും. ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് തന്നെയാണ് ഇൻഡിക്കേറ്ററും മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ ഒരു മോഡലിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആണ്. ഇൻഡിക്കേറ്ററിൻ്റെ ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹസാർഡ് ലൈറ്റ് നമുക്ക് പ്രകാശിച്ച് കാണുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടി വി എസിൻ്റെ ജുപ്പിറ്റർ റേഞ്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹസാർഡ് ലൈറ്റ് ഈ വണ്ടിയിലാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഒരു അപ്പിയറൻസ് ആണ് ലഭിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് രണ്ട് സൈഡിലും അതുകൂടാതെ താഴെയുമായിട്ട് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു കവറിങ് കൂടെ കൊടുത്തപ്പോൾ നല്ല അടിപൊളി ഒരു റിച്ച് ലുക്ക് തന്നെ പറയണം. റിച്ച് ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് മഡ് ഗാർഡ് പരിചയപ്പെടാം. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലായിട്ടുള്ള മഡ് ഗാർഡാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഫ്രണ്ടിലെ ടയേഴ്സ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ടയേഴ്സ് എല്ലാം തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ പ്രാവശ്യം വരുന്നത്. 12 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഫ്രണ്ടും ബാക്കും 12 ഇഞ്ച് തന്നെയാണ്. 90-12 ടി വി എസിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് ലഭിക്കുന്നത്. അതുകൂടാതെ പുതിയ ഡിസൈനിലുള്ള അടിപൊളി അലോയ് വീൽസും ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. പെറ്റൽ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ പിസ്റ്റൻ്റെ കാലിപ്പർ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് വാഹനത്തിന് നൽകുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. ടോട്ടൽ വീൽ ബേസ് വരുന്ന 1275 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 മില്ലിമീറ്ററാണ്. സീറ്റിൻ്റെ ലെങ്ത്ത് 770 മില്ലിമീറ്ററും സീറ്റിൻ്റെ ഹൈറ്റ് താഴെ നിന്നുള്ള ഹൈറ്റ് വരുന്നത് 770 മില്ലിമീറ്ററുമാണ്. ഫ്രണ്ട് ലെഗ് സ്പേസ് ആണ് 380 മില്ലിമീറ്ററാണ് ഈ ഫ്രണ്ട് ലെഗ് സ്പേസ് വരുന്നത്. നിങ്ങൾക്കൊരു വാട്ടർ ഡിസ്പെൻസർ, 20 ലിറ്റർ വാട്ടർ ഡിസ്പെൻസറോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കുറ്റിയോ സുഖമായിട്ട് ഈ ഒരു സ്പേസിൽ വെച്ച് കൊണ്ട് നടക്കാവുന്നതാണ്. ഇത് ഒരുപാട് എന്താ പറയുക കമൻറ്റ് വരുന്നൊരു ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞ കേട്ടോ. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് സ്റ്റോറേജ് ആണ്. നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. 2 ലിറ്ററിൻ്റെ വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണൽ ആണ്. 5.1 ലിറ്ററാണ് ടോട്ടൽ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഈ ഒന്ന് പ്രസ് ചെയ്ത് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ടാങ്ക് ഓപ്പണായി വരും. നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഈസി ആയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. നല്ലൊരു കൺവീനിയൻസ് ഫീച്ചറാണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. അതുകൂടാതെ സീറ്റിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞുതരാം. സീറ്റ് ജസ്റ്റ് കീ അടുത്ത സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ കീ എന്താ പറയുക സീറ്റ് ഓപ്പണായി വരും. നല്ല വലിപ്പമുള്ള സീറ്റാണ്. 2 അല്ല 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ തന്നെ എടുത്ത് പറയണം. വലിപ്പമുള്ള സീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ജുപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. താഴെ ഭാഗത്ത് മറ്റൊരു ലൈറ്റ് ഗ്രേ കളറിൻ്റെ ഒരു ഷെയ്ഡിങ്ങും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 33 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം സീറ്റ് സ്റ്റോറേജ് ലഭിക്കുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ ജുപ്പിറ്റർ 110. 2 ഹെൽമെറ്റ് സുഖമായിട്ട് വയ്ക്കാം. ഇത്തിരി വലിപ്പമുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു പോർഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. അതുകൊണ്ട് ഹെൽമെറ്റ് സേഫായിട്ട് വണ്ടിയിൽ ഇരുന്നോളും. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ OBD2 സെൻസർ. ചേസസ് നമ്പറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. വാഹനത്തിന് നല്ല പിയാനോ ബ്ലാക്ക് ഡിസൈനുള്ള അടിപൊളി റിയർ ഗ്രാബ് റെയിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിച്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് വരും.
ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതിൻ്റെ താഴെ ഹോൺ വരും. ഇൻഡിക്കേറ്റർ തന്നെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഹസാർഡും കൂടി വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ താഴെ ഹോണിൻ്റെ സ്വിച്ച് വരും. ഇപ്പുറത്തെ സൈഡിൽ അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പും സെൽഫിൻ്റെ സ്വിച്ച്, അതുകൂടാതെ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും നമുക്ക് ലഭിക്കുന്നുണ്ട്. മീറ്റർ ഫുൾ മാറിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ മോഡൽ നമുക്ക് അനലോഗ് മീറ്റർ ലഭിച്ചപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്. മീറ്ററിൽ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, മൊബൈലിൻ്റെ ചാർജ്, അതുകൂടാതെ നെറ്റ്വർക്കിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. 10x10 നാവിഗേഷനുള്ള സപ്പോർട്ട് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫെസിലിറ്റി എല്ലാം തന്നെ ലഭിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും TVSൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വാഹനമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കും. ഹെൽമെറ്റിൻ്റെ റിമൈൻഡറും കാണിക്കുന്നുണ്ട്. വലിപ്പത്തിൽ നല്ലൊരു സ്പീഡോമീറ്റർ കാണിക്കും. ട്രിപ്പ് മീറ്റർ 2 വരുന്നുണ്ട്. ഫ്യൂൽ ഗേജ് ആണ് താഴെ കാണിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് റേഞ്ച് കാണിക്കും. ചില ഉള്ള ഫ്യൂൽ വെച്ചിട്ട് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നൂടെ കാണിക്കും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് സ്വിച്ച് അവൈലബിൾ ആണ്. മോഡ് സ്വിച്ചും സെലക്ട് സ്വിച്ചും അതറിയാമല്ലോ നിങ്ങൾക്ക്, എല്ലാ വണ്ടിയിലും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഒരു 80% എക്സ്റ്റീരിയർ വരുന്ന പോർഷൻസ് എല്ലാം തന്നെ മെറ്റലാണ്, ഫുൾ മെറ്റലാണ് വരുന്നത്. ജൂപ്പിറ്ററിന് 3D ബാഡ്ജിങ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിന് കിക്കർ അവൈലബിൾ അല്ല. ഇതിന് താഴത്തുള്ള മോഡലുകൾക്ക് കിക്കർ അവൈലബിൾ ആണ്. പിന്നെ സൈഡ് സ്റ്റാൻഡും മെയിൻ സ്റ്റാൻഡും ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ 3 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പ്രിംഗ് ലോഡായുള്ള സസ്പെൻഷനാണ്. നമുക്ക് വെറുതെ കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി പറഞ്ഞുതരാം. 113 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി. സിംഗിൾ സിലിണ്ടർ ഡ്യുവൽ വാൽവ് CVT ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ്. 5.9 kW ആണ് മാക്സിമം പവർ. 9.8 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. ഇതിൽ അതുകൂടാതെ ഒരു IGS എന്നുള്ള ടെക്നോളജി കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു മോട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്. നമുക്ക് ഇനീഷ്യൽ പിക്കപ്പ് കൂടുതൽ വേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മോട്ടർ ടേൺ ഓൺ ആയിട്ട് ബാറ്ററിയിൽ നിന്ന് ചാർജ് വലിച്ച് മോട്ടർ വർക്ക് ചെയ്തിട്ട് കൂടുതൽ പിക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. യമഹയിലൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയില്ലേ, ആ ഒരു ടെക്നോളജി പോലെ തന്നെ സെയിം ആയിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രാവശ്യം TVSലും ലഭിക്കുന്നുണ്ട്. പിന്നെ റിയർ സൈഡ് ലൈറ്റ്സ് എല്ലാം തന്നെ LED ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹസാർഡ് കൂടി കത്തിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ. റിയർ സൈഡിൽ ഹസാർഡ് ഇട്ടപ്പോഴും നല്ല ഭംഗിയാണ്. LED ലൈറ്റ്സിൻ്റെ അന്യായ കളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി നല്ല ഭംഗിയാണ് വണ്ടി കാണാനായിട്ട്. പിന്നെ ഈ ഒരു കളർ, ഒരു കോപ്പർ എന്ന് പറയാം, പുതിയൊരു കളറാണ് വന്നിട്ട്. ഇത് കൂടാതെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു മാറ്റ് ബ്ലൂ കളറൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. വണ്ടി അടിപൊളി വണ്ടിയാണ്. എന്താ പറയുക, നിങ്ങൾ ഓടിച്ച് നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഹൈലി കംഫർട്ടബിളാണ്, തീരെ വൈബ്രേഷൻ ഇല്ല. അത്യാവശ്യം ഒരു 50-55 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. പ്രീ പീസ് വണ്ടിയാണ്. ഈ ഓണക്കാലത്ത് 2024 സെപ്റ്റംബർ 2 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഓണക്കാലത്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ് നമ്മുടെ TVS ജൂപ്പിറ്റർ 110. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മേളിൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ ഇട്ടേക്കാം. ഇനി EMI ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നല്ല സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാം കേട്ടോ. അപ്പോൾ ഫിനാൻസിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ, നമ്മുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ എൻഡിലും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ച് ചോദിക്കുക. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഓൾ കേരള ഫിനാൻസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.